തദ്ദേശം 2025 പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിനെ കുറിച്ചാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. UDFിലും LDFിലും പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. UDFിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ സീറ്റ് ആവശ്യപ്പെട്ട ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. LDFിൽ അധികമായി വന്ന 23ാമത് ഡിവിഷനായി വന്ന തളനാടിൽ ആ സീറ്റ് ആർക്ക് കൊടുക്കുമെന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ നടക്കുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം, കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗം, ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ മുന്നണികൾക്കിടയിൽ വരെ ചർച്ചയായ കോട്ടയം ജില്ലാ പഞ്ചായത്ത്, അതിനെക്കുറിച്ചാണ് നമ്മൾ തദ്ദേശം 2025 ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഒരു മുന്നണി സംവിധാനത്തെ പിടിച്ചുലച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മുന്നണി മാറ്റമൊക്കെ നടന്നൊരു ജില്ലാ പഞ്ചായത്താണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ. ജില്ലാ പഞ്ചായത്തിൽ ആകെ 22 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ ഒരു സീറ്റ് കൂടി, വാർഡ് വിഭജനമൊക്കെ നടത്തി ഒരു സീറ്റ് അധികം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ LDFിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ CPMനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും തുല്യം സീറ്റുകളിലാണ് മത്സരിച്ചത്. 9 സീറ്റുകളിൽ അവർ മത്സരിച്ചു. 4 സീറ്റിൽ CPI മത്സരിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു സീറ്റ് അധികം വന്നപ്പോൾ അത് എന്ന് വെച്ചാൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് CPMും കേരള കോൺഗ്രസും ഏതാണ്ട് തുല്യ ശക്തികൾ എന്ന പരിഗണനയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നൽകുക. അപ്പോൾ ഒരു സീറ്റ് അധികം വരുമ്പോൾ അതിലാര് മത്സരിക്കും എന്നുള്ളതൊരു പ്രശ്നമാണ്. CPM മത്സരിക്കുമോ കേരള കോൺഗ്രസ് M മത്സരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. കോട്ടയത്തെ വലിയ പാർട്ടി ഞങ്ങളാണ് എന്ന് കേരള കോൺഗ്രസ് M അവകാശപ്പെടുന്നതുകൊണ്ട് ആ സീറ്റിൽ അവർ അവകാശവാദം ഉന്നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ സാലിം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഈ മുന്നണി മാറ്റത്തിന് വരെ പ്രേരകമായ ഒരു ജില്ലാ പഞ്ചായത്താണ്. 2015 UDF അധികാരത്തിലിരിക്കെ കേരള കോൺഗ്രസും തമ്മിലുള്ള തർക്കം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കോൺഗ്രസും തമ്മിലുള്ള തർക്കമാണ് കേരള കോൺഗ്രസ് M-ൻ്റെ പിളർപ്പിലേക്കും മുന്നണി മാറ്റത്തിലേക്കും ഒക്കെ വഴിവെച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് ഭയങ്കര പ്രാധാന്യമുള്ളൊരു ജില്ലാ പഞ്ചായത്താണ്. അവിടെ CPMന് ഒരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് CPM വലിയ പാർട്ടിയായി നിന്നോട്ടെ എന്ന് കേരള കോൺഗ്രസ് തീരുമാനിക്കുമോ, അതോ കേരള കോൺഗ്രസിന് ഒരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് മുന്നണിയിൽ കുറച്ചും കൂടെ ഒരു ഈസിനെസ് ഉണ്ടാക്കാൻ CPM തീരുമാനിക്കുമോ, അല്ല ഞങ്ങൾക്ക് 4 സീറ്റേ കഴിഞ്ഞാണ് തന്നിട്ടുള്ളൂ, ഒരു സീറ്റ് ഞങ്ങൾക്കാണ് വേണ്ടതെന്ന് CPI അവകാശവാദം ഉന്നയിക്കും. ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പുറത്ത് UDFിലും ഇതേപോലെ പ്രശ്നമുണ്ട്. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ കോട്ടയം ജില്ലയിൽ ഒരു സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ചില പ്രദേശങ്ങൾ ജില്ലയിലുണ്ട് താനും. അപ്പോൾ അവർക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഒരു സീറ്റ് വേണം എന്നുള്ള ആവശ്യം ആവശ്യങ്ങളുണ്ട്, അങ്ങനെ മാനേജ് ചെയ്യലാണ്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടെ ഒരു സീറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ആവശ്യം മുൻപ് കൂടുതൽ വരും. അതുപോലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണ കിട്ടിയ അതേ സീറ്റിൽ ഒതുങ്ങി നിൽക്കുമോ UDFിനകത്ത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. ഈ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൊളിറ്റിക്കലി എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറിയാനുള്ള ഒരു വഴിയാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ മത്സരം. കുറേ കൂടെ പൊളിറ്റിക്കൽ വോട്ടിംഗ് ആയിരിക്കും അവിടെ നടക്കുക. ജില്ലാ പഞ്ചായത്തിലെ ഫലം നോക്കിയാൽ നമുക്കറിയാം എന്താണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ മൂഡ് എന്താണ് എന്നറിയാം. അതിൽ തന്നെ സവിശേഷമായ എന്താ പറയുക പ്രാധാന്യം കോട്ടയം ജില്ലാ പഞ്ചായത്തിനാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫലം കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തെ ഒരുപക്ഷെ നിർണ്ണയിച്ചേക്കാം. വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കൃത്യമായ സൂചകവും ആയേക്കാം കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫലം. ഞാൻ അതിലേക്കായിരുന്നു വന്നത്. അതായത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അപ്പം നമുക്കറിയാം അടുത്ത വർഷം ഏതായാലും മാസങ്ങളേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് സംസ്ഥാന തലത്തിൽ തന്നെ മുന്നണികൾ വലിയ പ്രശ്നങ്ങളില്ലാതെ ആവശ്യമായ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത്രയും പ്രധാനമായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ 2015, 17, 20 ആ 5 വർഷത്തിലെ ഈ ജില്ലാ പഞ്ചായത്ത് ഭരണമെടുത്ത് കോൺഗ്രസും കേരള കോൺഗ്രസ് M-ഉം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടെ ജില്ലാ പഞ്ചായത്ത് ഭരണം നേടിയതാണ് 2015. 2.5 വർഷം കഴിയുമ്പോൾ കോൺഗ്രസ്സിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണം എന്നുള്ളതായിരുന്നു ധാരണ. ആ ധാരണ തെറ്റിച്ചുകൊണ്ട്, ആ ധാരണ അംഗീകരിച്ചുകൊണ്ട് ആദ്യം പ്രസിഡന്റ് രാജിവെക്കുന്നു. പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോൾ വീണ്ടും മത്സരിക്കാനായിട്ട് കേരള കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി വരുന്നു. അപ്പോൾ അവിടെ CPM പിന്തുണയ്ക്കുന്നു. അങ്ങനെ കേരള കോൺഗ്രസ് M വീണ്ടും ചെയർമാൻ സ്ഥാനം പിടിക്കുന്നു. അതോടുകൂടെ അവിടെ
കോട്ടയത്ത് മുന്നണിക്കുള്ളിൽ വലിയ ശൈഥില്യം ഉണ്ടായി. ഈ ശൈഥില്യമാണ് ഇങ്ങനെ വളർന്ന് വരുന്നത്. അതിനിടയിൽ കൂടെ കേരള കോൺഗ്രസ് എമ്മിലെ തന്നെ ജോസഫ് മാണി ഗ്രൂപ്പുകൾക്കിടയിലുള്ള തർക്കവും വന്നു. ഏറ്റവും അവസാനം ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പ്രസിഡൻ്റ് ആക്കണം എന്ന നിർദ്ദേശം മാണി ഗ്രൂപ്പ് തള്ളിയതോടെ ഈ രണ്ട് ഗ്രൂപ്പുകളും രണ്ട് അറ്റത്തേക്ക് പോകുന്ന കാഴ്ചയുണ്ട്. ഇങ്ങനെ ഭയങ്കര കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ UDF നിന്ന് പുറത്താക്കിയെന്ന് അന്ന് UDF കൺവീനറായിരുന്ന ബെന്നി ബെഹനാൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ മാറ്റം ഉണ്ടാക്കിയത്. അതർവൈസ് ഈ കേരള കോൺഗ്രസ് എം കോൺഗ്രസിൻ്റെ കൂടെ UDFലായിരുന്നുവെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് UDFന് വലിയ തലവേദന ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഒരുപക്ഷെ ഭരണത്തിൽ വരാൻ പറ്റുന്നൊരു. പക്ഷേ കേരള കോൺഗ്രസ് എം ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ആ സിറ്റുവേഷൻ മൊത്തം മാറി. ഇപ്പോൾ CPM, കേരള കോൺഗ്രസ് എം, CPI ഇവരെല്ലാം ചേരുന്ന LDF വലിയ അസ്വാരസ്യങ്ങളില്ലാതെ മത്സരിക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് സുഗമമായി ഭരിക്കാൻ പാടുള്ള ഒരു ഭൂരിപക്ഷം കിട്ടും എന്നുള്ളൊരു ഫീൽ അവർക്കിടയിലുണ്ട്. അപ്പോൾ ആ ഫീല് തകരാറിലാക്കുന്ന വിധത്തിൽ LDF പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ UDFന് കഴിഞ്ഞാൽ UDFന് അത് നേട്ടമായിരിക്കും. അതേസമയം ഇപ്പുറത്ത് കേരള കോൺഗ്രസ് എം പോയിട്ട് അവശേഷിക്കുന്ന ജോസഫ് വിഭാഗം UDFനുണ്ട്. പക്ഷേ P. ജോസഫ് വിഭാഗം, P. ജോസഫിൻ്റെ കൂടെ നേതാക്കളുണ്ട്, അണികളില്ല. അതുകൊണ്ട് UDFന് അത്രത്തോളം പ്രയോജനം P. ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് കിട്ടുക. അപ്പോൾ വളരെ കൗതുകരമാണ് ഈ മത്സരം. അതിൻ്റെ കൂടെ തന്നെ ഈ പൂഞ്ഞാറ് പോലെയുള്ള ബെൽറ്റുകളിൽ മുമ്പ് ഈ PC ജോർജിനൊക്കെ ഉണ്ടായിരുന്നൊരു സ്വാധീനം, PC ജോർജും മകനും BJPയിലേക്ക് പോയതോടെ ആ സ്വാധീനം ഒരുപക്ഷെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാകും. PC ജോർജിനും ഇപ്പോൾ ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്തിലൊരു മെമ്പറാണ്, ഇപ്പോൾ BJPയിലാണ്, സ്വതന്ത്രനായി ജയിച്ച് പിന്നെ BJPയിൽ ചേർന്നാണ്. ഷോൺ ജോർജ് വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഷോൺ ജോർജിന് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടുകൾ ഇത്തവണ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ അവിടെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ മുസ്ലിം വിഭാഗത്തിൻ്റെയും ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും വോട്ടുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ആ വോട്ടുകൾ ഷോൺ ജോർജിന് കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് ഈ ജില്ലാ പഞ്ചായത്തിൽ BJPയുടെ അക്കൗണ്ട് ചിലപ്പോൾ പൂട്ടാനാണ് സാധ്യത. ആ വോട്ടുകൾ എങ്ങോട്ട് മറിയും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ നേരത്തെ PC ജോർജിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അത് UDFലേക്കാണോ പോവുക, LDFലേക്കാണോ പോവുക എന്നുള്ളൊരു. UDFലേക്കാണ് പോകുന്നതെങ്കിൽ അത് 1-2 ഡിവിഷനുകളിൽ UDFനെ വലിയ തോതിൽ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ജില്ലാ പഞ്ചായത്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചകമായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബാർഗെയിനിങ്ങിനുള്ള ഒരു അടിസ്ഥാനവും കൂടി ആവും മിക്കവാറും കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം. നമുക്ക് ഇപ്പോൾ അവസാനത്തെ 2 തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 2015 UDFൻ്റെ ആധിപത്യമാണ്. 14 സീറ്റുകളുമായി അന്ന് 14 ഡിവിഷനാണ് UDFൻ്റെ കയ്യിലുള്ളത്. LDFൻ്റെ അടുത്ത് 8 ഡിവിഷനും. അത് നേരെ തിരിഞ്ഞ് 14 ഡിവിഷൻ LDF ആവാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഷിഫ്റ്റാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത്. ഇപ്പോൾ KM മാണി ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ അതൊരു സുവർണ്ണ കാലഘട്ടമായി. അത്രയും ആധിപത്യം ഒരു ജില്ലാ പഞ്ചായത്തിലുണ്ട്. അപ്പം ആ ഒരു പ്രതാപത്തിലേക്ക് ഇപ്പോൾ KM മാണി അന്തരിച്ച ശേഷം ജോസ് കെ മാണിക്ക് പിതാവിനോട് എത്രത്തോളം നീതി പുലർത്താൻ സാധിച്ചു എന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ ആ ഒരു KM മാണിയോടുള്ള അതേ ഒരു വിധേയത്വവും ആ ഒരു ആരാധനയും ജോസ് കെ മാണിയോടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അതുണ്ടാവില്ല, ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. KM മാണിക്ക് ഉണ്ടായിരുന്ന ഒരു ക്ലൗട്ട് ഒരിക്കലും ജോസ് കെ മാണിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ കേരള കോൺഗ്രസ്സുകാരുടെ എന്ന് തന്നെ പറയണം, കേരള കോൺഗ്രസ് വിഭാഗങ്ങളുടെ മൊത്തത്തിലുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൂടെ ആയിരിക്കും കേരള കോൺഗ്രസ്സുകാരായ ആളുകളിൽ വലിയൊരു അളവുണ്ടാവുക. അത് ഈ 5 വർഷം കൊണ്ട്, ആ ഭരണത്തിലിരുന്ന 5 വർഷം കൊണ്ട് അതിനെ കൺസോൾഡേറ്റ് ചെയ്യാൻ ജോസ് കെ മാണി വലിയ തോതിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധിവരെ ജോസ് കെ മാണി വിജയിച്ചിട്ടുണ്ട്. അതായത് പാർട്ടി സംഘടന ഉണ്ടാക്കുക, ആ സംഘടനയ്ക്കുള്ളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക, വലിയ പൊട്ടിത്തെറികളൊന്നും ഇല്ലാത്ത വിധത്തിൽ സംഘടനയെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക, താഴെത്തട്ടിൽ പരിപാടികൾ സംഘടിപ്പിക്കുക. ഇതൊക്കെ ജോസ് കെ മാണി ചെയ്യുന്നത്. നമ്മളിപ്പോൾ പത്രങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാവും, പത്രങ്ങളുടെ പ്രാദേശിക പേജുകളിലൂടെ സഞ്ചരിച്ചാൽ മതി. കോട്ടയത്ത് മാത്രമല്ല, സംസ്ഥാനത്ത് പല ഭാഗത്തും കേരള കോൺഗ്രസ് എം ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ, അതായത് സംഘടന ചലിക്കാൻ പാകത്തിലുള്ള പ്രവർത്തനങ്ങൾ ജോസ് കെ മാണി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സംഘടനാപരമായിട്ട് കേരള കോൺഗ്രസ് എം കുറെ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. KM മാണിയുടെ കാലത്ത് ഇല്ലാതിരുന്ന ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ KM മാണിയോടുള്ളൊരു വൈകാരികമായ അടുപ്പം ജോസ് കെ മാണിയോടുണ്ടാവില്ല. ആ വൈകാരികമായ ഇമോഷൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു ആവേശത്തോടുള്ള പ്രവർത്തനം ഒരുപക്ഷെ കേരള കോൺഗ്രസ് എം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഉണ്ടാവില്ല. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഗുണം കേരള കോൺഗ്രസിന് ഇപ്പോൾ. അപ്പോൾ അവരെ സംബന്ധിച്ച്
അവരുടെ കാഴ്ചപ്പാടിൽ പാർട്ടി കുറെ കൂടെ വലുതായിരിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുക. അപ്പോൾ വലുതായ പാർട്ടി കുറച്ചുകൂടെ വലിയ വിഹിതം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയാണ് LDFന് തലവേദന ഉണ്ടാവുക. കെ മാണി ഉണ്ടായിരുന്ന കാലത്തെ കേരള കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കേരള കോൺഗ്രസ്. കെ മാണി ഇല്ലാതായതോടുകൂടെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാത്രമല്ല പ്രതിസന്ധിയിലായത്, സത്യം പറഞ്ഞാൽ PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് കൂടിയാണ്. ആ ക്രൈസിസും അവിടെ ഉണ്ട്. 2 ഡിവിഷനാണ് ഇപ്പോൾ PJ ജോസഫിൻ്റെ കയ്യിലുള്ളത്. അതിലെന്തെങ്കിലും അല്ല, 2 ഡിവിഷൻ അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഡിഫറൻ്റ് ആയ ഒരു സാഹചര്യത്തെ PJ ജോസഫ് വിഭാഗം ഇത്തവണ നേരിടേണ്ടി വരും. ഒന്നിപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അവർ ജയിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് ജയിച്ചത്, മത്സരിച്ചത് UDFന് വേണ്ടി. അവർ ജയിച്ചു. അത് വെച്ച് നോക്കിയാൽ കേരള ജോസഫ് ഗ്രൂപ്പിന് വലിയ ജനപിന്തുണ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ്. PJ ജോസഫ് വിഭാഗത്തിന് കോട്ടയത്ത് വലിയ വോട്ടില്ല. PJ ജോസഫിന് തന്നെ വലിയ പിന്തുണ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ വലിയ വോട്ടില്ല. പിന്നെ കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് ജയിച്ചു വരുന്നത് ആണ് പറയാവുന്നൊരു കാര്യം PJ ജോസഫ് വിഭാഗത്തു നിന്ന്. അത് ഭൂരിഭാഗവും മോൻസ് ജോസഫ് എന്നുള്ള വ്യക്തിപരമായി മോൻസ് ജോസഫിന് കിട്ടുന്ന വോട്ടുകളാണ്. അത് പൂർണ്ണമായിട്ടും ജോസഫ് ഗ്രൂപ്പിന് കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഈ 2 സീറ്റുകൾ നിലനിർത്തുക എന്ന് പറയുന്നത് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഒരു പക്ഷേ കോൺഗ്രസിനോട് കുറേം കൂടെ വിധേയത്വം പുലർത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ തന്നെ അത് അത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കൂടെ കോൺഗ്രസുമായിട്ട് വലിയ ലേസൺ നിലനിർത്തിക്കൊണ്ട് മത്സരിച്ച് ഈ 2 സീറ്റ് നിലനിർത്താനായിരിക്കും. ആ 2 സീറ്റെങ്കിലും സ്വന്തം പോക്കറ്റിൽ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാനായിരിക്കും ജോസഫ് ഗ്രൂപ്പ് ശ്രമിക്കുക. അതിനപ്പുറത്തേക്ക് ജോസഫ് ഗ്രൂപ്പ് പോകും എന്ന് തോന്നുന്നില്ല. കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ക്രൈസ്തവ വിഭാഗങ്ങൾ കൂടുതലാണ്. അതുപോലെ തന്നെ റബ്ബർ കർഷകർ, ഇപ്പോൾ റബ്ബർ വിലയൊക്കെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പം ഒരു 10 വർഷത്തെ LDFൻ്റെ ഭരണം, അതിനെ ഒരു ഭരണവിരുദ്ധ വികാരം, ഇതൊക്കെ പ്രതിഫലിക്കുകയാണെങ്കിൽ അത് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ മത്സരഫലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഒരു ജനറൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്തായാലും ഈ പോളിങ്ങിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ്. 10 വർഷത്തെ സംസ്ഥാന ഭരണത്തെ അതിനെതിരായ ഒരു ഇമോഷൻ പല നിലയ്ക്കുള്ളത് അതെന്തായാലും ഇവിടെ പ്രതിഫലിക്കും. പക്ഷേ അതോടൊപ്പം ഭരണത്തിൻ്റെ ആനുകൂല്യം ഏതെങ്കിലും വിധത്തിൽ ലഭിച്ചവരുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമോഷനും ഇവിടെ പ്രതികരിക്കും. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടിയ തീരുമാനത്തിനൊപ്പം റബ്ബറിൻ്റെ താങ്ങുവില 200 കിലോയ്ക്ക് 200 രൂപയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് LDF സർക്കാർ. അത് ഇതുകൂടെ കണക്കിലെടുത്തിട്ടാണ്, കോട്ടയം ബെൽറ്റൂടെ കണക്കിലെടുത്തിട്ടാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. പിന്നെ ജില്ലാ പഞ്ചായത്ത്, അത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും അത് പറയേണ്ടതാണ്. സവിശേഷമായി കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഭേദപ്പെട്ട പ്രവർത്തനം അവരോട് കാഴ്ചവെച്ചിട്ടുണ്ട്. ഡിവിഷൻ വൈസ് തന്നെ ഭേദപ്പെട്ട പ്രവർത്തനം. ഇപ്പോൾ നമ്മൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ജില്ല അതിദാരിദ്ര്യമുക്തമാകുന്നത് കോട്ടയം ജില്ലയാണ്. എന്നുവെച്ചാൽ ആ പ്രവർത്തനങ്ങളിൽ അവർ അത്രയും ഇനീഷ്യേറ്റീവ് എടുത്തു. അതുപോലെ ഈ എന്താ പറയുക, മാലിന്യ സംസ്കരണ രംഗത്ത്, അതുപോലെ അംഗൻവാടികളുടെ പ്രവർത്തനം ഭേദപ്പെടുത്തുന്ന, അംഗൻവാടികളെ സ്മാർട്ട് റൂമുകളാക്കി മാറ്റാനുള്ള പ്രവർത്തനം വലിയ തോതിൽ നടത്തിയൊരു ജില്ലാ പഞ്ചായത്താണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അംഗൻവാടികളുടെ പ്രവർത്തനം മാറുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് ആ പ്രദേശത്തെ ആളുകളുടെ വീടുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തും. കാരണം ദൈനംദിനം എന്നോണം അവിടുത്തെ നാട്ടുകാർ ബന്ധപ്പെടുന്നൊരു പ്രദേശമാണ്. ഒരു അംഗൻവാടിയിൽ മിനിമം ഒരു 10-20 കുട്ടികളുണ്ടാവും. 20 കുടുംബങ്ങളുടെ നിരന്തരമായിട്ടുള്ള ബന്ധമുള്ളൊരു ഒരു ഏരിയയാണ് ഈ അംഗൻവാടി എന്നത്. അവിടെ വരുന്നൊരു മാറ്റം ഈ 20 കുടുംബങ്ങളെ മാത്രമല്ല അവരിലൂടെ മറ്റാളുകളിലേക്കും എത്തും. കുടുംബങ്ങൾ മാത്രമല്ല, അംഗൻവാടിയിലൂടെ നടപ്പാക്കുന്ന ഒരുപാട് സാമൂഹ്യക്ഷേമ പദ്ധതി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒരുപക്ഷെ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ ഈ LDFൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഭരിക്കുന്ന മുന്നണിയുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതും സംസ്ഥാനത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ സാഹചര്യവും തമ്മിലുള്ള ഒരു കമ്പാരിസണും കൂടെ ഉണ്ടാവും. അതുകൂടെ കണക്കിലെടുത്തിട്ടായിരിക്കും ഇതിൽ തീരുമാനം വരിക. ഇപ്പോൾ മറ്റെന്തൊക്കെ ഘടകങ്ങളാണ്? ഇപ്പോൾ ഉഴവൂരിൽ മുമ്പ് 1 ഇന്ത്യ 1 പെൻഷൻ 4 പഞ്ചായത്തിൽ വിജയിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേറെ എന്തൊക്കെ ഘടകങ്ങളാണ് കോട്ടയത്ത്? ഇപ്പോൾ ഈ 1 ഇന്ത്യ 1 പെൻഷൻ മുദ്രാവാക്യം ഉയർത്തുന്ന ആളുകൾ 3-4 ഗ്രാമപഞ്ചായത്തുകളിൽ കോട്ടയത്ത് മത്സരിച്ചിരുന്നു. പക്ഷേ അവർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ചിട്ടില്ല. അവർ ജില്ലാ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ ബാധിക്കാനും ഇടയില്ല. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ ചിലപ്പോൾ വീണ്ടും അവർ മത്സരിച്ചേക്കാം. 1-2-3 വാർഡുകളിലൊക്കെ ചിലപ്പോൾ അവരുടെ വോട്ട് ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതും ആയേക്കാം. അതുപോലെ തന്നെ പ്രധാനമാണ് ഇപ്പോൾ SDPI പോലെയുള്ള ഗ്രൂപ്പുകളുടെ
സാന്നിധ്യം. ചില ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലൊക്കെ SDPIക്ക് വോട്ട് പിടിക്കാൻ പറ്റും. വോട്ട് നല്ല രീതിയിൽ തന്നെ പിടിക്കാൻ പറ്റും. ആ പിടിക്കുന്ന വോട്ട് ആരെയായിരിക്കും ഹിറ്റ് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പോൾ ഈ ഷോൺ ജോർജൊക്കെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിക്കുമ്പോൾ ഷോണിന് കിട്ടിയ വോട്ടുകളിൽ ചെറിയൊരു വിഹിതം SDPIയുടെ വോട്ടുകളുണ്ടായിരുന്നു എന്നൊക്കെ അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ഇനിയിപ്പോൾ അത് അങ്ങോട്ട് പോവില്ല. അപ്പോൾ SDPI ആയി തന്നെ ആ വോട്ടുകൾ പിടിക്കും. അത് ആരെയായിരിക്കും ഹിറ്റ് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതുപോലെ ലീഗ് ഒരു സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. ലീഗിന് സീറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDFലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. നിയമസഭയിൽ 1-2 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ. അങ്ങനെ ഒരു പാർട്ടിക്ക്, കോട്ടയത്ത് അത്യാവശ്യം പ്രസൻസ് ഉള്ള ഒരു പാർട്ടിക്ക് കോട്ടയത്ത് സീറ്റ് കൊടുക്കാതിരിക്കുന്നത്, അധികം വന്ന സീറ്റ് ലീഗിന് കൊടുക്കുന്നത് പരിഗണിക്കാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ലീഗിന് വലിയ തോതിൽ സാന്നിധ്യം ഇല്ലാത്ത ചോദിക്കുന്നത് അവിടെയൊക്കെയാണ് അവർക്ക് സ്വാധീനമുള്ളത്. അപ്പോൾ അത് കൊടുക്കാതിരുന്നാൽ ആ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടാകും. ഇനിയിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പുറത്ത് മുതലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. കാരണം വെച്ചാൽ ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ളൊരു പ്രചരണം ഇപ്പുറത്ത് നടക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഘടകങ്ങളൊക്കെ ബാധിക്കും. അതുപോലെ ഇപ്പോൾ ഈ NSS എടുക്കുന്ന നിലപാട്, NSSൻ്റെ നിലപാട് ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഫലം ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ NSS പറയുന്നത് കേട്ടിട്ട് അവിടുത്തെ കരയോഗ അംഗങ്ങൾ പോയി വോട്ട് ചെയ്യും എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും, മൊത്തത്തിലൊരു അന്തരീക്ഷം. അതായത് ഒരു ഭരണത്തിനെതിരായ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ച നടക്കുന്നതിനിടയിൽ ഈ പറയുന്ന സമുദായ നേതാക്കൾ എടുക്കുന്ന നിലപാട് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും. അതുപോലെ SNDP യോഗത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. PDJS BJPയുടെ കൂടെ മത്സരിക്കുന്നതുകൊണ്ട് അതിൻ്റെ വോട്ട് ഒരു പക്ഷേ BJPക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. BDJ സ്ഥാനാർത്ഥികൾ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കും, അവരും വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോൺഗ്രസിനെ വലിയ തോതിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് കോൺഗ്രസിനെ മാത്രമല്ല LDFനെയും UDFനെ മാത്രമല്ല LDFനെയും അത് ഹിറ്റ് ചെയ്യുന്നു എന്നാണ്. കോട്ടയത്ത് ഒരു പക്ഷേ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും ഈ പിടിക്കുന്ന വോട്ട് ഏത് മുന്നണിയാണ് കൂടുതൽ ഹിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. അങ്ങനെ പല നിലയ്ക്ക് പല ഘടകങ്ങൾ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കോട്ടയത്തുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നോക്കിയിട്ട് നമുക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിശകലനം കൂടി ആവാം. നിശ്ചയമായിട്ടും ആവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഘടകങ്ങളും ഏതാണ്ട് മലബാറിനല്ല ഞാൻ പറഞ്ഞ്, മലബാർ വിട്ട് അങ്ങോട്ടുള്ള തെക്കോട്ടുള്ള ജില്ലകളുടെ ഒരു പോക്ക് എങ്ങോട്ടാണ്, അവരുടെ ജനങ്ങളുടെ ഒരു ചിന്താഗതി എങ്ങോട്ടാണ് എന്ന് ഒരു കൃത്യം ഫീല് കിട്ടാൻ പാകത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും. അത് ഏത് നിലയ്ക്കാണെങ്കിലും എന്ത് ഫലം വന്നാലും വളരെ കൃത്യമായിട്ട് കോട്ടയത്തിൻ്റെ ഫലം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ വോട്ട് ഷിഫ്റ്റ് വരെ, അതായത് ഈ BDJS NDAയുടെ ഭാഗമായി മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈക്കം പോലെയുള്ള പ്രദേശത്തൊക്കെ BDJS നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എടുത്താൽ മനസ്സിലാവും. കൂടുതൽ വോട്ട് പിടിക്കുന്ന നമ്മൾ വൈക്കം, ഏറ്റുമാനൂർ അങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വോട്ട് BDJSൻ്റെ സഹായത്തോടെ BJP പിടിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ പിടിക്കുമോ? അങ്ങനെ പിടിക്കുകയാണെങ്കിൽ അത് LDFനെ കൂടെ ബാധിക്കുമോ? ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോയിൻറ്റേഴ്സ് ആയിരിക്കും. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫലം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെയും വളരെ നിർണായകമായി സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഈ ഒരു മാണിയെപ്പോലെ ഒരു നേതാവിൻ്റെ അഭാവം ആ ജില്ലാ പഞ്ചായത്തിൽ ഇങ്ങനെ മുഴച്ചു കാണുന്നുണ്ട് ഇപ്പോഴും. കോട്ടയം ജില്ലയിൽ മൊത്തത്തിൽ മാണിയെ പോലെ മാണി മാത്രമല്ല, മാണിയില്ല, ഉമ്മൻചാണ്ടിയില്ല, അങ്ങനെയുള്ള നേതാക്കന്മാർ ആരുമില്ല. അപ്പോൾ അവരുടെ ഒക്കെ ഒരു ശൂന്യത ആ ഏരിയയിൽ വലിയത്, അതിനെ റീപ്ലേസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മുഖം ഇല്ല എന്നുള്ളതൊരു ഒരു പ്രശ്നമായിട്ട് അവിടെ ഉണ്ട്. ആരുമില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. ആരും അങ്ങനെ എമർജ് ചെയ്ത് വന്നിട്ടുമില്ല കോട്ടയത്ത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പുതിയ മുഖങ്ങൾ എമർജ് ചെയ്ത് വരുന്നത്. ചിലപ്പോൾ ചില ചെറുപ്പക്കാരായിരിക്കും ചിലപ്പോൾ വലിയ എന്താ പറയുക മുഖങ്ങളായിട്ട് ഉയർന്നു വരാൻ പോകും. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരിച്ച് UDFിലേക്ക് പോയാലല്ലാതെ UDFന് ഇനി ഒരു സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ടോ? കോട്ടയത്ത് ബുദ്ധിമുട്ടാണ്. കാരണം കോട്ടയത്ത് കോൺഗ്രസ്സാണ് കോൺഗ്രസ്സിനാണ് കൂടുതൽ വോട്ടുള്ളത്. UDF എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ്സാണ് കൂടുതൽ ശക്തമായ സാന്നിധ്യം അവിടെ. ഏത് മണ്ഡലം എടുത്താലും, ഇപ്പോൾ കോട്ടയം എടുത്താലും, ഉമ്മൻചാണ്ടി മത്സരിച്ചിരുന്ന മണ്ഡലം, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പ്രതിനിധി പുതുപ്പള്ളി എടുത്താലും, ഏറ്റുമാനൂർ എടുത്താലും, വൈക്കം എടുത്താലും, ഇവിടെയൊക്കെ കോൺഗ്രസ്സിനാണ് കൂടുതൽ. പക്ഷേ കോൺഗ്രസ്സിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ടറായിട്ടാണ് കേരള കോൺഗ്രസ് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആ വോട്ടുകൂടെ ചേരുമ്പോഴാണ്
കോൺഗ്രസ്സിന് ഒരു വിന്നിങ് ഇതിലേക്ക് എത്താൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ ഫാക്ടറാണ് നഷ്ടപ്പെട്ടു വരികയാണ്. അപ്പോൾ അത് തിരിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ മുമ്പിൽ വഴിയില്ലാതെ നിൽക്കുകയാണ്. LDF അങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. അതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ തെരഞ്ഞെടുപ്പായിരിക്കും ഒരുപക്ഷെ ഇനി എന്തെങ്കിലും ഒരു ചേഞ്ചിന് സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ് ഇലക്ഷൻ റീഅലൈൻമെൻറ്റിന് വരെ ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ LDF കുറച്ച് എഡ്ജ് ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. കോട്ടയത്ത് പക്ഷേ അങ്ങനെയല്ല. അതിന് വിരുദ്ധമായിട്ട് ഒരു LDFന് അത്രമാത്രം എഡ്ജില്ലാത്തൊരു ഇലക്ഷൻ റിസൾട്ടാണ് വരുന്നത് എങ്കിൽ കോട്ടയത്ത് LDF ജയിച്ചാലും ചിലപ്പോൾ മുന്നണിയിൽ മാറ്റം ഉണ്ടാകാം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ഫലം വളരെ പ്രധാനമായിട്ട് മാറും. റൈറ്റ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിശകലനമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നടത്തിയത്. കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നത്. അവരിപ്പോൾ LDFൻ്റെ കൂടെയാണ് മുന്നണി മാറ്റത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ LDFൻ്റെ കയ്യിലാണ്. UDFൻ്റെ ആധിപത്യം നിലനിന്നിരുന്ന ഒരു ജില്ലാ പഞ്ചായത്തായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരിച്ച് ചിന്തിക്കുന്നത് വരെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് UDFന് ബുദ്ധിമുട്ടാണ്. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ നീക്കുപോക്കുകൾ, അതിൻ്റെ മുന്നോട്ട് പോക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സൂചിക കൂടിയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത്. തദ്ദേശം 2025 എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.